നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതവേ. കഴിഞ്ഞ ആഴ്ച നെയ്മർക്ക് അത്ര സുഖകരമായിരുന്നില്ല. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ആരാധകരിൽ നിന്ന് വരെ വന്നുകൊണ്ടിരുന്നു. യൂണിവേഴ്സിഡാഡുമായിട്ടുള്ള സാൻഡോസിൻ്റെ മത്സരം കളിക്കാൻ വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വിശ്രമം കൊടുത്താണ്. ആ സമയത്ത് അദ്ദേഹം പോക്കർ ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി പോയി. അതിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നു. നെറ്റോയുമായിട്ട് നെയ്മർ നേർക്ക് നേർ വാദപ്രതിവാദത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. അങ്ങനെ വിമർശനങ്ങളുടെ കൂമ്പാരം ഒരു ഭാഗത്ത്. അത്തരം ഒരു സന്ദർഭത്തിലാണ് നെയ്മർ ജൂനിയർ ഇന്ന് ഷാപ്പെ-കോയൻസിനെതിരെ കളിക്കാനിറങ്ങിയതും ഇരട്ട ഗോളുകൾ അടിച്ചിരിക്കുന്നതും. നെയ്മർ ആദ്യ ഗോൾ മനോഹരമായ ഒരു സാൻഡോസ് നീക്കത്തിനൊടുവിൽ പിറന്ന ഗോളാണ്. ആ ഗോൾ നേടിയതിനു ശേഷം ഈ വിമർശകരുടെ വായടപ്പിക്കാനുള്ള ഒരു സെലിബ്രേഷനാണ് നടത്തിയത്. വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട്. നെയ്മർ ജൂനിയർ ആ ഗോൾ അടിച്ചങ്ങ് ഓടിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ചീട്ട് ഇങ്ങനെ കാർഡ്സ് ഇങ്ങനെ ഇടുന്ന ഒരു രൂപത്തിലുള്ള സെലിബ്രേഷനാണ് കാണിച്ചത്. പോക്കർ സെലിബ്രേഷനാണ് അദ്ദേഹം കാണിച്ചത്. ഏതായാലും പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള മറ്റ് സെലിബ്രേഷനുകളിലേക്കൊക്കെ അദ്ദേഹം പോവുകയും ചെയ്തു. ഏതായാലും ഗോള് അദ്ദേഹം മനസ്സിൽ കുറിച്ചിരുന്നതാണ്. ഇവിടെ ഗോൾ അടിക്കണം, എന്നിട്ട് തൻ്റെ വിമർശകർക്കൊരു മറുപടി കൊടുക്കണം എന്നുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയറുടെ ആ ഗോൾ വന്നു. സാൻഡോസ് ലീഡെടുത്തു. പക്ഷേ കളിയിൽ പിന്നീട് ഷാപ്പെ-കോയൻസ് ഇരട്ട ഗോളുകൾ തിരിച്ചടിച്ചു. അവർ ലീഡെടുത്തു. അവസാനമാണ് നെയ്മറുടെ പെനാൽറ്റി ഗോള് സാൻഡോസിനെ രക്ഷയ്ക്കെത്തിയത്. ഇത് വളരെ നിരാശാജനകമായിട്ടുള്ള റിസൾട്ടാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഷാപ്പെ-കോയൻസ് വെറും 10 പോയിൻറ്റുമായിട്ട് ലീഗ് ടേബിളിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ടീമാണ്. ആരാധകർക്ക് ഈ ഒരു റിസൾട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവർ കളി കഴിഞ്ഞിട്ട് നെയ്മറുടെ ഗംഭീര പ്രകടനമൊക്കെ കണ്ടെങ്കിലും കളി കഴിഞ്ഞിട്ട് ടീമിനെ ഒന്നടങ്കം കൂവി വിളിച്ചാണ് യാത്രയാക്കിയതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. സോ ആരാധകർക്ക് ഒട്ടും ഹാപ്പി ആയിട്ടില്ല. നെയ്മർ വ്യക്തിപരമായിട്ട് നന്നായി കളിച്ചു എന്നേ പറയാൻ പറ്റുകയുള്ളൂ. നല്ല ഗംഭീരമായിട്ടുള്ള ആധിപത്യം കളിയിൽ സാൻഡോസ് പിടിച്ചതാണ്. എന്നിട്ടും കളി ജയിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് നിരാശാജനകം തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.